ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മഹേഷ് നാരായണൻ്റെ പാട്രിയറ്റ്. ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ ഇന്നലെ ലാലേട്ടനും മമ്മൂക്കയും പിന്നെ അതിനകത്ത് കുഞ്ചാക്കോ ബോബനും കൂടി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ മമ്മൂക്ക ലാലേട്ടന് നല്ല രീതിയിൽ പറഞ്ഞ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ലൈവിൽ അറിയാനുണ്ട്. 20 മിനിറ്റുള്ള ഒരു ലൈവാണ് വന്നിട്ടുള്ളത്. അതൊരു 77 മിനിറ്റ് കണ്ടുണ്ടെങ്കിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 77 മിനിറ്റ് ആ ലൈവ് ആക്കിയിട്ട് അത് സെൻസർ ബോർഡിന് കൊടുത്തിട്ട് തിയേറ്ററിൽ റിലീസ് ആക്കിയായിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു വീഡിയോ കാണാമായിരുന്നു. ഈ ഒരു പാട്രിയറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ്. പടത്തിൻ്റെ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റുള്ളൊരു വീഡിയോ വേറെ ഒരെണ്ണം ചെയ്യേണ്ടി വരും. അത്രയും വലിയൊരു കാസ്റ്റിംഗ് ഈ ഒരു പടത്തിലുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ മഹേഷ് നാരായണൻ, റൈറ്ററും പുള്ളിക്കാരൻ തന്നെയാണ്, മഹേഷ് നാരായണൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷനും എല്ലാം റൈറ്റിങ്ങും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എക്സിക്യൂഷനും വളരെ മോശം. പിന്നെ അതിനകത്ത് മെയിൻ ഇത് ഫുള്ള് മമ്മൂക്കയുടെ പടം തന്നെ. ഇത് ലാലേട്ടനകത്ത് ഒരു ചെറിയൊരു ക്യാമിയോ റോളി മാത്രമേ വന്നിട്ടുള്ളൂ. മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് 140 കോടിക്ക് ഇറക്കിയ പടമാണ്. പക്ഷെ അത് അറിയാനുണ്ട്, നല്ല ഒരു ഫ്രെയിമും നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്ക്രീനിൻ്റെയൊക്കെ മറ്റേ ലാപ്ടോപ്പിൻ്റെ കുറച്ച് സ്ക്രീനിൻ്റെ ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല കിടലിനായിട്ട് വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്തേക്കുന്നതും ഈ മഹേഷ് നാരായണനും പിന്നെ കൂടെ രാഹുൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കൂടി ചേർന്നാണ് ഇത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുക. എഡിറ്റിംഗ് കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ വളരെ മോശമാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു തീം എന്ന് പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പ്, അതിനകത്ത് സിസ്റ്റം ബാക്കിയുള്ളവരെ ഹാക്ക് ചെയ്ത് അവരുടെ ആ ഒരു രീതിയാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ ഒരു പടം നേരത്തെ വന്നിട്ടുണ്ട്. ഈ ഒരു തീമിൽ തന്നെ നേരത്തെ പടം വന്നിട്ടുണ്ട്. തമിഴിലൊക്കെ വിശാലിൻ്റെ ഒരു പടത്തിൽ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു പടം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഈ ഒരു തീം തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. മറ്റ് കഥാപാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുഞ്ചാക്കോ ബോബനുണ്ട്, ദർശനയുണ്ട്. ദർശനയൊക്കെ ഇതിനകത്ത് വെറുതെ ചുമ്മാതെ ഒരു രേവതി ഒരു ക്യാരക്ടറുണ്ട്. 2 സീനിലും വെച്ച് അവരുടെ പരിപാടി കഴിയുന്നുണ്ട്. പിന്നെ നയൻതാരയൊക്കെ വരുന്നുണ്ട്. നയൻതാരയൊക്കെ അവിടെ ഒന്നും പൈസ കിട്ടത്തില്ലേ, ചുമ്മാതെ ഈ നയൻതാരയൊക്കെ പിടിച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ അന്യഭാഷയിലൊക്കെ ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് സാധാരണ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി പറഞ്ഞാൽ ഇത്രയും വലിയ കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ഈ മലയാളത്തിൽ തന്നെ ഉള്ള ടോവിനെയും കുഞ്ചാക്കോവിനെയും അങ്ങനെയൊക്കെയുള്ള ആക്ടർമാരെ വെച്ച് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. വില്ലനായിട്ട് വന്ന ഫഗദിന്റെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഫഗദ് ചുമ്മാ അലറിക്കൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഫഗദിന്റെ അവസാനം ക്ലൈമാക്സ് ഒക്കെ എടുക്കാൻ നേരത്ത് ഫഗദാണെങ്കിൽ മറ്റേ ഈ തൂറാൻ മുട്ടിയിട്ട് കക്കൂസിലോട്ട് ഓടുന്നതിൻ്റെ കൂട്ടൊക്കെയുള്ള കുറച്ച് സീനൊക്കെ അതേപോലെയൊക്കെയുള്ള എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാ ഈ പടം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ഉണ്ട് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഒരു 1.5 മണിക്കൂർ. ഇത്രയാണ് തോന്നിയത് എനിക്ക്. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഫസ്റ്റ് ഹാഫ് തീരണേന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. തുടക്കം കുറച്ച് രീതിയിലൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവർ ആ ഒരു ഫസ്റ്റ് ഹാഫ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് സെക്കൻഡ് ഹാഫിലോട്ടാണ് കാണിക്കേണ്ടത്. അതൊക്കെ എനിക്ക് വളരെ ബോറായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫും ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു തമിഴ് സിനിമയിൽ കണ്ട എന്നിട്ട് ഇതുപോലെ ലാപ്ടോപ്പിനകത്ത് സിസ്റ്റം ബാക്കിയുള്ളവരുടെ ജീവിതത്തിനെ ഹാക്കാക്കി വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്ക നടത്തുന്ന കുറച്ച് മിഷനാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിനകത്ത് ആക്ഷൻ കാണിക്കുന്നത്. മമ്മൂക്കയ്ക്ക് വയ്യാതായ സമയത്താണെന്ന് തോന്നുന്നത് ഈ ഒരു പടം ഷൂട്ട് ചെയ്തത്. അത് നല്ല രീതിയിൽ അറിയാനുണ്ട്. പിന്നെ ലാലേട്ടനെ കൊണ്ടുവന്നത്, ലാലേട്ടനെ ഇതിനകത്ത് നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ലാലേട്ടന് ഒരു കാല് ഇല്ല, ഒരു മിഷനി പോയതാ. ആ ഒരു ലാലേട്ടൻ്റെ ഇത് വെച്ച് ഫിസിക്ക് ലാലേട്ടൻ ഫിറ്റാണ്. പക്ഷേ ലാലേട്ടൻ്റെ ഒരു ഫൈറ്റൊക്കെ രണ്ട് ഫൈറ്റൊക്കെ ഉണ്ട്. ആ ഫൈറ്റ് എനിക്ക് ഒരു ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരു ലിഫ്റ്റി വെച്ചൊരു ഫൈറ്റ് ഉണ്ട്, അത് അത്യാവശ്യം കൊള്ളാം. പക്ഷേ അതിനകത്ത് എക്സിക്യൂട്ട് ഈ ഫൈറ്റൊന്നും ഒരു വ്യക്തതയില്ല. ആ ഒരു പ്ലെയിനിൽ വെച്ച് ഒരു ഫൈറ്റ് ഉണ്ട്, അതിനും ഒരു വ്യക്തതയില്ലാണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഫൈറ്റ് തോന്നുവാണെങ്കിൽ ആ ഇടി കൊള്ളുന്ന ഒരു ഫീലിങ്ങോ എന്തെങ്കിലും വേണം. പിന്നെ ഇതിനകത്ത് സുഷിൻ ഷ്യാമിൻ്റെ മ്യൂസിക്കിനെ പറ്റി ഞാൻ പറയാൻ വിട്ടുപോയി. സുഷിൻ ഷ്യാമാണ് ഇതിനകത്ത് മ്യൂസിക് ഇട്ടേക്കുന്നത്. ഈ തുടക്കം ഈ പഴയ കളർ ഇല്ലാത്ത സിനിമ ഉണ്ടല്ലോ, കളർ ഇല്ലാത്ത സിനിമയുടെ BGM ഇതിനകത്ത് സുഷിൻ ഷ്യാം പണിയൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ആ പഴയ സിനിമ ഉണ്ടല്ലോ അതേപോലെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള അതിനകത്ത് കൊടുക്കുന്ന BGM എടുത്ത് അതേപോലെ എടുത്ത് പേസ്റ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മറ്റേ സർക്കസിനകത്ത് ചില ഫൈറ്റും പിന്നെ ചേസിങ്ങും ഒക്കെ വരുമ്പം ഈ സർക്കസിനകത്ത് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതേപോലത്തെയൊക്കെയുള്ള ഒരു മ്യൂസിക്കാണ് സുഷിൻ ഷ്യാം ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. ഈ ഫ്ലൈറ്റൊക്കെ പുറവശത്തൊക്കെ വെളിയിൽ നിന്നൊക്കെ കാണിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ട്. അതിനകത്ത് കൊടുത്തേക്കുന്ന സൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ ഈ കങ്കുവയ്ക്കകത്ത് ഇതേപോലത്തെ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഓവർ മറ്റേ ഈ ഫ്ലൈറ്റിനകത്തെ കാറ്റും മിഷീൻ ഇരിക്കുന്നതിൻ്റെ ഭാഗത്ത് കുറച്ച് കാറ്റൊക്കെ കാണില്ല, അതൊക്കെ അതേപോലെ കിട്ടാൻ വേണ്ടി തോന്നുന്നു ഇച്ചിരി ഓവറായിട്ട് മ്യൂസിക് മിക്സ് ചെയ്ത് കൊടുത്തത്, സൗണ്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. പക്ഷേ അതൊക്കെ എനിക്ക് വളരെ അരോചകമായിട്ടാണ്, ഒരു ഇറിറ്റേഷൻ, തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് എനിക്ക് അതൊക്കെ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ
എന്തോ നമുക്ക് സിനിമ തീർന്നു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, എങ്ങനെയെങ്കിലും ഒന്ന് വെളിച്ചിറങ്ങാലോ എന്ന്. അതേപോലത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഈ ആക്ഷനും ഇല്ല, ഒന്നുമില്ല, വെറുതെ ഈ ഒരു മരണ വീട്ടിൽ ചെന്ന് ഇരിക്കുന്നതിൻ്റെ കൂട്ടായിരുന്നു തിയേറ്ററിനകത്ത് ആൾക്കാരെല്ലാം. കോട്ടുവായിട്ട് ഒരു വല്ലാതിരിക്കുമായിരുന്നു. ഒരു കൈയടിക്കേണ്ട ഒരു സീനും ഇല്ല. ലാലേട്ടൻ്റെ കുറച്ച് കൈയടിക്കുന്ന സീനുണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ വളരെ മോശമാണ്. പിന്നെ ലാലേട്ടൻ ഇതിനകത്തൊക്കെ എന്തിനാ തല വെച്ച് കൊടുത്തതെന്നും ഈ ഒരു സിനിമ കഴിഞ്ഞപ്പം മനസ്സിലായി. അപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ മഹേഷ് നാരായണൻ്റെ ഡയറക്ഷനും എക്സിക്യൂഷനും ഒക്കെ റൈറ്റിങ്ങും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 3-4 ദിവസത്തിനകത്ത് വെച്ച് പരിപാടി തീർന്നോളും. അതിനുള്ളതേ ഉള്ളൂ ഈ ഒരു പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ.